ഒപ്പം CK വിജയനാണ് ആദ്യം കോഴിക്കോട് നിന്ന് ചേരുന്നത്. CK, നമുക്ക് എനിക്ക് തോന്നുന്നു കോഴിക്കോട് നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. കോഴിക്കോട് ഇത്തവണ വെറൈറ്റി ആയിട്ടുള്ള പല തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും കണ്ട ഒരു മണ്ഡലം കൂടിയാണ്. അതെടുത്ത് പറയേണ്ടത്. കാരണം എൻ്റെ മണ്ഡലമാണ്. അവിടെ എല്ലാവരും രാഘവേട്ട, ഇപ്പോൾ കൊച്ചുകുട്ടികൾ പോലും രാഘവേട്ട എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതിനെ ഒരു ബദലായി കരീംക്കൊക്കെ വന്നു. പക്ഷെ അവസാന നിമിഷം അത് മാറ്റി എളമരം കരീം എന്ന് തന്നെ പോസ്റ്ററിലേക്കൊക്കെ വരുന്നത് കണ്ട് പലതരത്തിലുള്ള പ്രചാരണങ്ങളും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണ്. തീർച്ചയായും അതെ. കാരണം വോട്ടാണ് പ്രധാനം. അത് ഏതൊക്കെ ജനവിഭാഗങ്ങളെ, ഏതൊക്കെ സമുദായങ്ങളെ, ഏതൊക്കെ മറ്റ് തൊഴിലാളി വർഗ്ഗങ്ങളെ, എല്ലാ തരത്തിലും ജനങ്ങളെയും എങ്ങനെ ബാധിക്കും എന്നത് വളരെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. അതുകൊണ്ട് രാഘവേട്ടൻ പൊതുവിൽ നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകുന്നത് രാഘവേട്ടൻ എന്നാണ്. കാരണം പയ്യന്നൂരുകാരനായ രാഘവേട്ടൻ കഴിഞ്ഞ 3 തവണ ഇവിടെ മത്സരിച്ച് MP ആയി. ഇത് 4ാമത്തെ തവണ മത്സരിക്കാൻ വേണ്ടി പോകുന്നു. ആകെ 838 വോട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ അദ്ദേഹം 85,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ഈ 3ാമത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് എത്തി. ഇനിയും അത് വർദ്ധിക്കും എന്നാണ് രാഘവേട്ടൻ പറയുന്നത്. പക്ഷേ ഈ രാഘവേട്ടൻ എന്ന ഈ വിളിയെ തടയിടുന്നതിന് വേണ്ടി കരീംക എന്ന് പറയുന്ന ഒരു പേരായിരുന്നു ആദ്യം കൊണ്ടുവന്നത്. നമുക്കറിയാം, എളമരം കരീമിനെ ഒരുപാട് പേര് അങ്ങനെ വിളിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് കാലമായി തൊഴിലാളി വർഗ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോഴിക്കോടും പരിസരങ്ങളിലും വളരെ സജീവമാണ്. പാർലമെൻറ്റിൽ അദ്ദേഹം വളരെ ശക്തിയുക്തമായി പല കാര്യങ്ങളിലും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കണക്കിൽ നോക്കിയാൽ ഇവിടെ രാഘവേട്ടൻ വേഴ്സസ് കരീംക ആണ് മത്സരം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ആര്യ, ഒരു കാര്യം കൂടി, ഇപ്പം നമ്മൾ രാഘവേട്ടനെ പറ്റിയും കരീംകയെ പറ്റിയും സംസാരിച്ചു. പക്ഷേ MT രമേശ് നോക്കൂ, BJP നേതാക്കളിൽ മുതിർന്ന നേതാവാണ്. അത് മാത്രമല്ല ഒരു തരത്തിലുള്ള വിവാദങ്ങളിലും പെടാത്ത പൊതുവെ ഒരു സ്വീകാര്യനായൊരു സ്ഥാനാർത്ഥിയാണ് MT രമേശ്. അപ്പം MT രമേശ് പിടിക്കുന്ന വോട്ടുകൾ അതുകൂടി പറയേണ്ടതുണ്ട്. തീർച്ചയായും അതെ. കാരണം ഇപ്പോൾ പൊതുവിൽ രാജ്യത്ത് ആകെ BJPക്ക് അനുകൂലമായ ചില തരംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും അത് ബാധിക്കും. ആ രീതിയിൽ കേരളത്തിൽ BJPയുടെ വോട്ട് ഷെയർ കൂടും എന്ന കാര്യത്തിൽ പൊതുവിലൊരു ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ചില സാഹചര്യ തെളിവുകൾ അതിന് അനുകൂലവുമാണ്. നമുക്ക് വിലയിരുത്തി കഴിഞ്ഞാലും അത്തരത്തിലുള്ളൊരു ഉത്തരം തന്നെയാണ് ലഭിക്കുന്നത്. അത് പരമാവധി മുതലെടുക്കുന്നതിന് വേണ്ടിയാണ് MT രമേശിനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവ്. നമുക്കറിയാം, അദ്ദേഹം വളരെ ഷാർപ്പായ പ്രസംഗം, വളരെ ഷാർപ്പായ കാര്യങ്ങൾ പറയാനുള്ള അസാമാന്യമായ വൈഭവമുള്ള ആൾക്കാർ. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് യാതൊരു വിവാദത്തിലും പെടാത്ത ആൾ, ഈ കോഴിക്കോടിൻ്റെ മറ്റ് മേഖലകളിലെല്ലാം തന്നെ സുപരിചിതനായ വ്യക്തി. അങ്ങനെ MT രമേശ് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി മത്സര രംഗത്തുണ്ട്. കഴിഞ്ഞ വർഷം 1,22,000-ലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ എത്രമാത്രം കൂട്ടാൻ കഴിയും എന്ന അന്വേഷണത്തിലും പ്രവർത്തനത്തിലുമാണ് BJP. ശരി.